ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കേരളത്തിലെ പ്രമുഖ മത്സരങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ ആരംഭിക്കുകയാണ്. ആദ്യമായി തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. ഇപ്പോൾ തന്നെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. ഒരുപക്ഷെ കേരളം കാണുന്ന ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. മറ്റ് പല സ്ഥലങ്ങളിലും ത്രികോണ മത്സരമുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിൻ്റെ അത്ര തീഷ്ണതയോടും തീവ്രതയോടും കൂടി നടക്കുന്ന ഒരു ത്രികോണ മത്സരം വേറെ ഉണ്ടായില്ല. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? എല്ലാവർക്കും അറിയാം. കെ മുരളീധരൻ, സിറ്റിംഗ് MLA, 2 തവണ MLA ആയ PS പ്രശാന്ത് CPMൻ്റെ, BJPയുടെ സ്ഥാനാർത്ഥി മുൻ DGP R ശ്രീലേഖ. ഈ 3 പേരാണ്. ഈ 3 പേരും 3 തരത്തിൽ ശക്തമായ വേരുകളുള്ള ആളുകളാണ്. ഇതിൽ ഏറ്റവും കുറച്ച് പേര് കുറവെന്ന് നമുക്ക് പറയാവുന്നത് പോലീസ് വേഷമിട്ട് നടന്നത് കാരണം അത്ര വലിയ ബന്ധം ശ്രീലേഖയ്ക്കുണ്ടാവില്ല. പക്ഷെ മറ്റു 2 പേരും അങ്ങനെയല്ല. ആ മണ്ഡലത്തിൻ്റെ നാഡീസ്പന്ദനങ്ങൾ അറിയാവുന്ന ആളുകളാണ്. നാഡീസ്പന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുമല്ല. മുരളീധരൻ അവിടെ അരക്കിട്ടുറപ്പിച്ച ഒരു കോൺഗ്രസ് ബാസ്റ്റൻ എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണ്. ഇത്രയും നാളുകളായി വട്ടിയൂർക്കാവ്. ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരത്തിലൂടെ ഒരു ജനകീയ MLA എന്നുള്ള പേരെടുത്ത ആളാണ് കെ മുരളീധരൻ. മുരളീധരൻ ഇപ്പോൾ അവിടെ വീണ്ടും വന്നിരിക്കുന്നു. ഒരിക്കൽ മുരളീധരൻ അവിടെ വിട്ടു പോയി. കാരണം എന്താ പറയുക, അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ എവിടെയും മത്സരിച്ചാൽ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു ഖ്യാതി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ് MLA ആയിരിക്കുന്ന അദ്ദേഹത്തെ വടക്ക് കൊണ്ടുപോയി നിർത്തി ജയിപ്പിച്ചത്, MP ആക്കിയത്. പക്ഷെ അദ്ദേഹം പോയ സ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചെറുപ്പക്കാരനായ തിരുവനന്തപുരം മേയറായിരുന്ന VK പ്രശാന്തിനെ അവിടെ ഫീൽഡ് ചെയ്തു. VK പ്രശാന്ത് വന്നപ്പോൾ എന്താ കണ്ടത്? ആ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ വിലയിരുത്തിയ സ്വഭാവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി. അപ്പോൾ നമ്മൾ ഈ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലം നായർ ഡോമിനൻ്റായ മണ്ഡലമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു ഈഴവ സമുദായ അംഗമായ ഒരാളെ CPM കൊണ്ട് ഫീൽഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം പറഞ്ഞു, ഇതെന്ത് കണ്ടിട്ടാണ് അവിടെ കൊണ്ട് പ്രശാന്തിനെ മത്സരിപ്പിക്കുന്നത്? റിസൾട്ട് വന്നപ്പോൾ നാം കണ്ടു, പ്രശാന്ത് ഭയങ്കരമായി ജയിച്ചു. അപ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ, ഭേദമില്ലാതെ ഒരു സെക്യുലർ മണ്ഡലം എന്ന് പറയാവുന്ന ഒന്നാണ് വട്ടിയൂർക്കാവ് എന്ന് അവിടുത്തെ വോട്ടർമാർ തെളിയിച്ചു. അങ്ങനെയുള്ളൊരു മണ്ഡലമാണത്. അവിടെ ഇപ്പോൾ ഈ 3 പേർ മത്സരിക്കുകയാണ്. മുരളി വീണ്ടും വന്നു എന്നുള്ളത് തന്നെ വലിയ വാർത്തയായിരുന്നു. കാരണം കഴിഞ്ഞ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചവരിൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ ചുക്കാൻ പിടിച്ചവരിൽ ഒരാൾ കെ മുരളീധരനായിരുന്നു. അദ്ദേഹം അവിടെ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ അദ്ദേഹം മത്സരിച്ചു. എന്നോടൊപ്പമുള്ള ശ്രീ EP അനിൽ ഇത് സംബന്ധിച്ച കുറേ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടന്ന വിജയത്തിൻ്റെ രഹസ്യങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ശ്രീ അനിൽ, അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇരട്ടി സീറ്റ് തവണ കിട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പെടുന്നതാണ് എന്നതും ശ്രീ മുരളീധരൻ അത് അന്ന് തന്നെ ഒരു കണ്ണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വച്ചിരുന്നു എന്നുള്ളതും കൂട്ടി വായിച്ചാൽ എങ്ങനെ ഇരിക്കും? തീർച്ചയായും ഈ വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കോർപ്പറേഷൻ്റെ 24 വാർഡുകൾ പൂർണ്ണമായും 4-5 വാർഡ് ഭാഗികമായിട്ടാണ് വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലത്തിൽ വരുന്നത്. നമ്മൾ അന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ അധികാരത്തിലേക്ക് കോൺഗ്രസിന് കുറച്ചുകൂടി വിജയം നേടാൻ മുരളീധരൻ വഴി കഴിഞ്ഞാൽ തീർച്ചയായും തിരുവനന്തപുരത്തെ ചില അസംബ്ലി മണ്ഡലങ്ങളിലും അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. അത് നമ്മുടെ ആ അജണ്ടയെ തീർച്ചയായും മുരളീധരൻ തൃപ്തികരമായി ഫിനിഷ് ചെയ്യിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് 24 മണ്ഡലങ്ങളിൽ BJPക്ക് 11 മണ്ഡലങ്ങൾ കിട്ടുമ്പോൾ UDFന് 9 മണ്ഡലവും ഇടതുപക്ഷത്തിന് CPMന് 4 മണ്ഡലം മാത്രമായി. അപ്പോൾ UDFന് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും വിധമുള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവൽ നേതൃത്വം കെ മുരളീധരൻ അവിടെ നൽകി. അതിൻ്റെ ഒരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത്. അതേസമയം വട്ടിയൂർക്കാവിൻ്റെ അടിയൊഴുക്കുകൾ ഒരുപക്ഷെ സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്നതിനും അപ്പുറമാണ്. നോക്കൂ, 2011 തെരഞ്ഞെടുപ്പിൽ ശ്രീ മുരളീധരൻ 16,167 വോട്ടുകൾക്ക് ജയിക്കുമ്പോൾ അവിടെ 3-ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് LDF.
നമുക്കറിയാം ബി ജെ പി ശക്തമായ സാന്നിധ്യം അന്നുമല്ലേ, രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നിരുന്നു. സ്വാഭാവികമായിട്ടും അപ്പൊ അതെ. അപ്പൊ 2016 എത്തുമ്പോൾ മുരളീധരൻ അദ്ദേഹത്തിന്റെ ശക്തി കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായി 2019 ഉപതെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് സാധാരണഗതി പറയാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അത്ഭുതകരമായ തരത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന CPM-ന്റെ ഈ പറയുന്ന കോർപ്പറേഷൻ മേയർ ആയിരുന്ന ഒരു വലിയ പരീക്ഷ. അവിടെയാണ് ഇതിന്റെ നമുക്ക് മനസ്സിലാവാത്തത് എന്താണ് ഈ സ്ഥാനാർത്ഥികളുടെ പകിട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം. അതൊക്കെ പ്രധാന ഘടകമാണ്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം, പിന്നെ മാത്രമല്ല ജനങ്ങളുമായിട്ടുള്ള ഇഴയെടുപ്പം, അവരെ ഇഴുകി ചേർന്നുള്ള പ്രവർത്തനം, ഇതെല്ലാം തന്നെ ആളുകൾ സ്വീകരിക്കും. ആളുകളുടെ സ്വീകാര്യത, ആളുകൾ എന്താണ് ഒരു നേതാവിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഈ 3 സ്ഥാനാർത്ഥികൾ വെച്ച് ഏറ്റവും ചെറുപ്പക്കാരൻ എന്നുള്ളത് മാത്രമല്ല, ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലുള്ള ഒരു ഇമേജ് പ്രശാന്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് മുരളീധരൻ ഇതിനപ്പുറമാണ്. കാരണം മുരളീധരൻ തന്നെ അപ്പുറം. ഇതിനകത്ത് സാമുദായികമായി നോക്കുകയാണെങ്കിൽ ഈ മട്ടന്നൂർ മണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉള്ള ഒരു മണ്ഡലമാണ്. നാലാഞ്ചിറ ആ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു വരുന്ന മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് കഴിഞ്ഞ തവണ ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും പ്രശാന്തിനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത്തവണ ആ പ്രശാന്തും മുരളിയും തമ്മിൽ അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം നടക്കും. അതെ അതെ, അവിടെ ഒരു പ്രത്യേകത ഇതൊക്കെ പറയുമ്പോഴും സാമുദായികമായ ഫോർമുലകൾക്കപ്പുറത്ത് ഒരു കോർപ്പറേഷൻ്റെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന മധ്യവർഗ ഉപരിമധ്യവർഗത്തിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ശ്രീ മുരളീധരൻ ഭാഗികമായി ഒന്ന് വിജയിച്ചിരുന്നു. അതിനേക്കാൾ മുന്നിൽ പോകും വിധത്തിലാണ് ശ്രീ പ്രശാന്ത് ഇടപെടൽ എന്ന് മാത്രമല്ല ആ പരിപാടികൾ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലും പ്രശാന്ത് മിടുക്കലാണ്. ഉദാഹരണം അദ്ദേഹം പറയുന്നത് 718 പദ്ധതികൾ 1583 കോടി രൂപയുടെ പദ്ധതികൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. മറ്റൊരു വസ്തുത കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് ഈ സാമുദായിക സമവാക്യം അവിടെ ഒരു മതേതര സ്വഭാവമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല. അൾട്ടിമേറ്റ് ആയിട്ട് കുറേയൊക്കെ സാമുദായികമായിട്ടും വരുമല്ലോ. അപ്പോൾ ഇതിലേക്ക് 2 നായർ സ്ഥാനാർത്ഥികളാണ് അപ്പുറത്ത്. LDF-ലെ സ്ഥാനാർത്ഥി ഈഴവ സമുദായ അംഗമാണ്. അപ്പോൾ 2 നായർ സമുദായങ്ങൾ BJP-യിലും കോൺഗ്രസിലും മത്സരിക്കുമ്പോൾ അവർ തമ്മിലുള്ള വോട്ട് പിടിച്ചു മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ഥലത്ത് ഒരു കൺസോളിഡേഷൻ വരുന്നുണ്ട്. ആ കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇഴവ സമുദായങ്ങളും മറ്റ് പിന്നാക്ക സമുദായങ്ങളും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള സമുദായങ്ങളും ഒപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു വിഭാഗമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പ്രശാന്തിന്റെ ആ ഒരു വിജയസാധ്യത കുറച്ചുകൂടെ മെച്ചപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. ഒപ്പം വികസനത്തിന്റെ ഒരു വിഷയം കൂടി വരുന്നത്, അതിനോടൊപ്പം ഒരു വികസനത്തിന്റെ അജണ്ട. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥം എനിക്ക് തോന്നുന്നു 1-2 സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരം നടത്തുന്നത് ശ്രീ VK പ്രശാന്തും K മുരളീധരനും ആകും എന്നൊരു തോന്നലാണ് തുടക്കത്തിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ BJP-യുടെ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം BJP കുമ്മനം ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച കാലത്തൊക്കെ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു പക്ഷേ ഈ ശ്രീലേഖ അല്ലാതെ കുമ്മനം രാജശേഖരനോ K സുരേന്ദ്രനോ ഒരുപക്ഷെ അവിടെ വന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ഇത് നമ്മൾ നേരത്തെ തീ പാറുന്ന ഒരു ത്രികോണ മത്സരമായി മാറുകയാണ്. ഇപ്പം ത്രികോണ മത്സരം ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിൽ ചെറിയ ഒരു അയവുണ്ട്.